യെസ്, MG മിഥുൻ കൂടെ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മിഥുൻ, ഈ നിലയിലാണ് വാദം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കഴിഞ്ഞ ദിവസം 1ഉം 3ഉം പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുമ്പോൾ തന്നെ ഇനി അന്തിമവാദത്തിലേക്ക് കടക്കുമ്പോൾ 22 വയസ്സിൽ താഴെ അല്ലെങ്കിൽ 22 വയസ്സുള്ളപ്പോഴാണ് ഈ കുറ്റകൃത്യം പ്രതി ചെയ്തത് എന്നത് പ്രധാനമായും കോടതിയിൽ ഉന്നയിക്കും. അതേ വാദം തന്നെ ഉന്നയിക്കുന്നു. അതേസമയം പ്രോസിക്യൂഷൻ ആകട്ടെ ഒരു ചെറുപ്പക്കാരൻ്റെ മരണം സംഭവിക്കുന്നു, അത് ഏറ്റവും ക്രൂരമായ നിലയിൽ. നേരത്തെ വിനോദ് റിപ്പോർട്ട് ചെയ്തതുപോലെ ആന്തരികാവയവങ്ങൾ ദ്രവിച്ചു പോകുന്നതിനു വേണ്ടിയുള്ള വിഷം ആണ് കലർത്തിയിരുന്നത്. അത് പല തവണയായി പല രീതിയിൽ നൽകി ഉറപ്പിച്ച് കൊന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഈ വാദമാണിപ്പോൾ നടക്കുന്നത്. ഷാരോണിൻ്റെ കുടുംബം അടക്കം എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവരെ സംബന്ധിച്ച് ഇന്നലെ 2ാം പ്രതിയെ വെറുതെ വിട്ടത് തന്നെ ഏറെ വേദനാജനകമായിരുന്നു. അഭിലാഷ്, ഇപ്പോൾ കുടുംബം ഈ വിധി കേൾക്കാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ എന്താണ് ഗീഷ്മയ്ക്കും മറ്റ് ഗീഷ്മയുടെ അമ്മാവിനും നൽകാൻ പോകുന്ന ശിക്ഷയെന്ന് കാതോർത്തിരിക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ ഇന്ന് അന്തിമവാദത്തിന് ശേഷം ശിക്ഷാവിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും തന്നെ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു പരമാവധി ശിക്ഷ, അതായത് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ ഗീഷ്മയ്ക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നത്. കാരണം നിലവിൽ കുറ്റക്കാരെ ആണ് ഗീഷ്മയെന്ന് കണ്ടെത്തിയ കോടതി വിധി അവർ തൃപ്തരാണ്. ഒപ്പം തന്നെ അമ്മയെ ഈ കുറ്റവിമുക്തയാക്കിയ, അതായത് തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തമാക്കപ്പെട്ട ആ ഒരു വിധിയിലും അവർ മേൽക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമില്ല എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ അതിന്റെ വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിയാണ്. ഇപ്പോൾ ഈ അന്തിമവാദത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം തന്നെ ഗീഷ്മയോട് ജഡ്ജി വിളിച്ച് കാര്യങ്ങൾ അറിയുകയും ചെയ്തു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ 22 വയസ്സുള്ളപ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പാസ്സായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തുടർന്ന് പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കുമായി ഒറ്റ മകളാണ്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ള ആവശ്യമായിരിക്കും പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ മറിച്ച് പ്രോസിക്യൂഷൻ വളരെ വൈകാരികമായിട്ടുള്ള വാദങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സ്നേഹം ഒരു നിഷ്കളങ്കനെ ഇല്ലാതാക്കാൻ ഇനിയെങ്കിലും ഒരു ഉപകരണമാക്കരുതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നു. മലയാളി സമൂഹം ഞെട്ടിയ ഒരു വാർത്തയാണ്. ഒരു ദാക്ഷിണ്യവും പ്രതിയോട് കാണിക്കരുത്. സമൂഹത്തിന്റെ മുഴുവൻ മനസാക്ഷി മറവിച്ച ഒരു സംഭവമാണ് നടന്നത്. കാരണം അത്തരത്തിൽ കാമുകനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു തവണ വിഷം നൽകുന്നു, അതിൽ മരണപ്പെടുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ വീണ്ടും ഇതേ ശ്രമം നടത്തിക്കൊണ്ട് പിന്നീട് കഷായത്തിൽ വിഷം ചേർത്ത് നൽകുന്നു. അതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരു കാര്യം ഈ ഷാരോണിനെ വിശ്വസിപ്പിക്കുന്നു. അതായത് ഈ കഷായം താൻ കഴിക്കുന്നുണ്ട് ചില അസുഖത്തിന്റെ ഭാഗമായി, അത് ഭയങ്കര കയ്പാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാരോണിനെ അത് പ്രതി പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം താൻ കുടിച്ച് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ്, കഷായത്തിന് അത്ര കയ്പൊന്നുമില്ല, ഇത് അസുഖത്തിന്റെ ഭാഗമല്ലേ, ഇത് കഴിക്കേണ്ടതല്ലേ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഷാരോണിനെ അതിലേക്ക് എത്തിക്കുന്ന ഒരു ശ്രമം ഈ പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത്രത്തോളം ആസൂത്രണം ചെയ്തുകൊണ്ട്, ഗൂഢാലോചന ചെയ്തുകൊണ്ട്, അത് തെരഞ്ഞെടുത്തുകൊണ്ട് ഗൂഗിളിലടക്കം സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ യൂട്യൂബിലടക്കം ഇതിന്റെ വീഡിയോകളൊക്കെ കണ്ട് പ്രതി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആസൂത്രണം ചെയ്താണ് ഈ ഒരു കൊലപാതകം, അതിക്രൂരമായ കൊലപാതകം നടത്തുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ ഒരു ദാക്ഷിണ്യവും ഇത്തരത്തിൽ പ്രതിക്ക് നൽകരുത്. പ്രതിക്ക് ചെകുത്താന്റെ ചിന്തയാണ് എന്നുകൂടി പ്രോസിക്യൂഷൻ പറഞ്ഞു വെക്കുന്നു. ഒരു തവണ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അതുകൊണ്ട് തന്നെ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ നൽകുക, ഒരു ഇളവും പ്രതിക്ക് നൽകാൻ പാടില്ല എന്നുകൂടി പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. എന്തായാലും അന്തിമവാദം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഭാഗം വാദം തുടങ്ങിയിരിക്കുന്നു. പ്രതിഭാഗത്തിന്റെ വാദം എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അഭിലാഷ്. യെസ്, ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. മലയാളി സമൂഹം ഒന്നടങ്കം ഞെട്ടിയ കേസ് ആണിത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്ന സാഹചര്യം ആണുള്ളത്. അതുകൊണ്ട് തന്നെ ചെകുത്താന്റെ സ്വഭാവമാണ് പ്രതിക്കുള്ളത്. ഒരു തവണ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതാണ് ആദ്യം ഉറക്ക ഗുളിക അടക്കം വലിയ ഡോസിൽ ജ്യൂസിൽ ഉൾപ്പെടെ കലർത്തി നൽകിക്കൊണ്ട് ആരംഭിച്ച ശ്രമമാണ്. ആ ശ്രമം വിജയിക്കാതെ വന്നതോടുകൂടിയാണ് മറ്റ് ശ്രമങ്ങളിലേക്ക് പോയത്. ജ്യൂസ് ചലഞ്ച് പോലെയുള്ളവ നടത്തുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ജ്യൂസ് കുടിക്കാൻ പ്രേരിപ്പിച്ചത് അടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ്. ഇത്തരത്തിൽ ഒരു യുവാവിനെ, ഒരു ചെറുപ്പക്കാരനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളമുള്ള പ്ലാനിംഗ് ആണ് നടത്തിയത്.
ഓരോ ശ്രമവും പരാജയപ്പെടുമ്പോൾ അടുത്ത ശ്രമത്തിലേക്ക് അടക്കം പോകുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ഇങ്ങനെയാണ് ഈ മരണം നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ കൊലപാതകം നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുമുള്ള ഇളവും നൽകരുത് പ്രതിക്ക് എന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. അതിശക്തമായ വാദം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ വിനോദ് തുടരുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിനോദ് കേരളത്തിന്റെ മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിപ്പിച്ച ഒരു കേസ് ആയിരുന്നു. വിചിത്രമായ ഒന്ന്, മലയാളികൾക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസകരമായ ഒന്നായിരുന്നു ഈ സംഭവം. അവിടെയാണ് പ്രണയത്തിന്റെ പേരിൽ പ്രണയ ചതിയാണ് നടന്നത് എന്നത് ഉൾപ്പെടെ കൃത്യമായി പ്രോസിക്യൂഷൻ ധരിപ്പിക്കുന്നത്. ആ വിഷയത്തിലാണ് കുറ്റക്കാരിയാണ് ഗ്രീഷ്മ എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തത്. ഇനി ശിക്ഷ വിധിക്കുമ്പോഴും ഒരു തരത്തിലുമുള്ള ദാക്ഷിണ്യവും അരുത് എന്നാണ് പ്രോസിക്യൂഷൻ ആവർത്തിക്കുന്നത്.